താജുദ്ദീൻ തന്നെ മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ശ്രീ താജുദ്ദീൻ, ഇപ്പോൾ 10 ലക്ഷം രൂപ താങ്കൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്ന വിധി വരികയാണ്, ഉത്തരവ് വരികയാണ്. എത്രത്തോളം സന്തോഷം തോന്നുന്നുണ്ട്? സന്തോഷമല്ല, അന്ന് അനുഭവിച്ച ആ ഒരു ദുരവസ്ഥയൊക്കെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അതെന്നും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കുമെങ്കിലും അറിയാം. എന്നാലും ഒരു നീതി ലഭിച്ചു എന്ന ഒരു സന്തോഷമുണ്ടോ? ലഭിച്ചതിന്റെ സന്തോഷമല്ല എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്താ, ഞാന് 2018 അനുഭവിച്ച കാര്യങ്ങൾ ആലോചിച്ച് 2019 തന്നെ റിലീസാക്കിയിരുന്നു. ഞാൻ നിരപരാധിയെന്ന് അതൊന്നും തെളിഞ്ഞു. അത് ഒന്നും കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒന്നും കൂടി ഒന്ന് തെളിയിച്ചു തന്നു ഞാനല്ല എന്നുള്ളത്. ഒരുപാട് ആൾക്കാരുടെ മുമ്പിലും. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഇമോഷണൽ ആയിട്ടാണ് മകനാണ് കേട്ടോ സംസാരിക്കുന്നത്. അതെ അതെ, മനസ്സിലായി, പറഞ്ഞോളൂ. അപ്പോ ഈ കേസായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ 2018 ഉപ്പ ഒരു നല്ല രസത്തിൽ നല്ലൊരു അടിപൊളിയായിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് നമ്മളത്. അപ്പൊ ഈ കേസായിട്ട് ബന്ധപ്പെട്ടിട്ട് പോലീസിന്റെ ഒരു ഓവർ സ്മാർട്ടോ അങ്ങനെ എന്തോ പറയാം, ആ രീതിയിൽ എന്റെ ഫാദറിനെ ജയിലിലിടുകയും അതിന്റെ ഭാഗമായിട്ട് 54 ദിവസം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ, എന്റെ ഉപ്പ പെരുന്നാളിന് പോലും ഉപ്പ ജയിലിൽ കിടത്തുന്നുണ്ട്. 54 ദിവസം ജയിലിൽ കിടക്കുകയും അതിനുശേഷം നിരവധി നമ്മളെ രീതിയിൽ നമ്മൾ തെളിയിക്കുകയും ഉപ്പ ഖത്തറിൽ തിരിച്ചുപോയി അവിടെയുള്ള ബിസിനസ് ഒക്കെ നഷ്ടപ്പെട്ടു. ഉപ്പാന്റെ സ്പോൺസർ ഉപ്പാക്കെതിരെ അബ്സ്കോണ്ടിങ് കേസ് ഫയൽ ചെയ്തു. 24 ദിവസം അവിടെയും ജയിലിൽ കിടന്ന് അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇതിന്റെ അത്രയും ഒരു ഡീപ്നെസ്സിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു മനുഷ്യന്റെ ഒരു ആയുസ് ഒരു പോലീസുകാരാണെന്ന് നഷ്ടപ്പെടാന്ന് പറയുന്നത് അത് ഒരിക്കലും അനുഭവിക്കാത്തവർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല അല്ലെ, ഒരു കുടുംബത്തിന്റെ തന്നെ ഒരു ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കുന്നതായി പോയല്ലേ അന്നത്തെ ആ കുടുംബത്തിന്റെ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരുപാട് സ്വപ്നം വെച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഇന്ന് എന്റെ കുടുംബത്തിന്റെ അവസ്ഥ സത്യം പറയുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. സൂയിസൈഡ് അറ്റംപ്റ്റ് പോലും നടത്തിയൊരു കുടുംബം നമ്മള്. കാരണം ഒരാള് മാത്രം, പോലീസുകാര് മാത്രം അത്ര അനുഭവിച്ച് ഇന്നും എന്റെ ഫാദറിന് സ്ട്രോക്ക് വന്നു, കാലെല്ലാം പോയി. ഇപ്പൊ അങ്ങനെ ഉണ്ടായ ഒരു ഫാമിലി, നമ്മുടെ ഫാമിലി അങ്ങനെ ഉണ്ടായ ഒരു ഫാമിലി, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കാണ് മനസ്സിലാവും. അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇന്ന് കോടതി തന്നൊരു എമൗണ്ട് അല്ല നമ്മൾ നോക്കുന്നത്. ഇനി ഇങ്ങനൊരു അവസ്ഥ എന്നും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയുന്നത് പോലെ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി പോലീസ് ദയവ് ചെയ്ത് ശ്രമിക്കാം. കാരണം പോലീസ് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാന്നുള്ള, ഞാനും ഒരു പോലീസ് സ്വപ്നത്തിൽ നടക്കുന്ന ഒരാളാണ്. ഇന്നും ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും എനിക്ക് എന്റെ ഉള്ളിൽ പോലീസ് ആവണമെന്ന് സ്വപ്നം വെച്ച് നടക്കുന്ന ഒരാളാണ്. അപ്പൊ തന്നെ ജസ്റ്റ് ഒരു വെരിഫിക്കേഷന് വേണ്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് പിന്നെ ഇറങ്ങിയത് 54 ദിവസം കഴിഞ്ഞിട്ടാ. ഒരു കുടുംബം എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റും അങ്ങനെയൊക്കെ തകർന്ന് പണ്ടാരടങ്ങി കിടക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ ഇരിക്കപ്പോ. അപ്പോ എന്തായാലും ഇതില് നമ്മളെ കൂടെ നിന്ന് നമുക്ക് അനുകൂലമായിട്ട് വിധി തന്ന് നമ്മളെ ജസ്റ്റിസ് നമ്മളെ വക്കീൽ ആസിഫ് അലി മീഡിയ വണ്ണിനും ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ട് ചാനലുകൾക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി അർപ്പിക്കുകയാണ്. വലിയൊരു നിയമ പോരാട്ടം തന്നെ നടത്തേണ്ടി വന്നു അല്ലേ? നിരപരാധിയാണ് എന്ന് സമൂഹത്തെ കോടതിക്ക് മുൻപാകെ തെളിയിക്കാൻ. എനിക്ക് ഈ കേസ് നടക്കുന്ന സമയത്ത് എനിക്ക് 18 വയസ്സായിരുന്നു. അപ്പൊ ഞാൻ അനുഭവിക്കേണ്ടതായിട്ടുള്ള സംഭവം എനിക്കിപ്പോ 26 വയസ്സായി. 8 വർഷത്തെ നിയമ പോരാട്ടം ഉണ്ടെങ്കിലും ഞാൻ പഠിക്കേണ്ടതായിട്ടുള്ളതൊക്കെ എന്റെ ജീവിതത്തിൽ ഇന്ന് ഈ ദിവസം വരെ പഠിച്ചു. എന്നെ പോലീസ് റോട്ടിൽ വെച്ച് തല്ലിയിട്ടുണ്ട്. ഈ ഉപ്പാനെ ഹെൽപ്പ് ചെയ്തു പറഞ്ഞിട്ട് ഉപ്പാനെ പോലീസ് തല്ലിയിട്ടുണ്ട്. ഇതിനെ ആരൊക്കെ ഹെൽപ്പ് ചെയ്തിന് അവരൊക്കെ ഇതിൽ കൊടുക്കാൻ വേണ്ടി എങ്ങനൊക്കെ നമ്മൾക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകള് എങ്ങനൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ നോക്കിയിട്ടുണ്ടോ അങ്ങനൊക്കെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ട് ഈ പോലീസ്. ഇത് പോലീസ് മൊത്തം പോലീസിനല്ല പറയുന്നത്, ഒരു പേഴ്സൺ, ഒരു ഇൻഡിവിജ്വലിനെയാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ അവസ്ഥ പുറം ലോകത്തെ എത്തിച്ച PC സൈഫുദ്ദീൻ ഞങ്ങളുടെ റിപ്പോർട്ടറാണ്. സൈഫുദ്ദീൻ കൂടെ ഉണ്ട്. സൈഫുദ്ദീനെ ചോദിക്കാൻ, ഞാൻ സൈഫുഖാൻ ഇപ്പൊ പേഴ്സണലി വിളിച്ചായിരുന്നു. സൈഫുഖാക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഞാൻ എങ്ങനെയാണ് 1 കോടി രൂപയായിരുന്നു നിങ്ങൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നത്. 1 കോടിക്ക് വേണ്ടിയുള്ള മാനസിക പിരിമുറുക്കമോ അല്ലെങ്കിൽ പ്രയാസോ മാനസിക പീഡനമോ ഒന്നും അല്ല നിങ്ങൾ അനുഭവിച്ചത്. അതിനൊക്കെ എത്രയോ മുകളിലാണ്. എത്ര ക്യാഷ് കിട്ടിയാലും ഒരു പക്ഷേ
ക്യാഷ് കൊണ്ട് മാത്രം മറികടക്കാവുന്ന ഒരു പീഡനമൊന്നും അല്ല അത്, മാനസിക പ്രയാസം ഒന്നും അല്ല. പക്ഷേ എങ്കിൽ കൂടി നിങ്ങൾ 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരുന്നു. അതൊരു ചെറിയ തുകയിലേക്ക് ഒതുങ്ങി എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു. ഒരു 10 ലക്ഷം രൂപ മാത്രമേ അത് നഷ്ടപരിഹാരമുള്ളൂ എന്നിപ്പോൾ തോന്നുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി നീതി ലഭിച്ചു എന്നൊരു തോന്നലുണ്ടോ? ഇപ്പൊ ഈ വിധിയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഇനി നമുക്ക് നമ്മളെ കീഴ്ക്കോടതിയിലും കൂടി സമീപിക്കാന്നുള്ള ഓർഡറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മീൻസ് ഇനിയിപ്പോ നമ്മളെ സിവിൽ കോർട്ടിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും ഫയൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇനിയും കോമ്പൻസേഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഓർഡറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും തീർച്ചയായും ആ ഒറ്റ കേസിന്റെ പേരിൽ ഉപ്പായുടെ ബിസിനസ് മുഴുവൻ അവിടെ ഖത്തറിൽ തകരുന്നു. അദ്ദേഹം വീണ്ടും ഖത്തറിൽ തിരിച്ചെത്തിയ സമയത്ത് അദ്ദേഹത്തെ അവിടെ അബ്സ്കോണിങ്ങിന്റെ പേരിൽ അവിടെ ഖത്തർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഇവിടെ അദ്ദേഹത്തിന് സ്ട്രോക്ക് വരുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, നിങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളെല്ലാം അക്കമിട്ട് നിർത്തുകയാണെങ്കിൽ അത് എത്ര കോടി വേണ്ടി വരുമെന്ന് പലപ്പോഴും ഞങ്ങൾ തന്നെ ഇവിടെ വിലയിരുത്തി ആലോചിച്ചു പോകാറുണ്ട്. അപ്പൊ ഇതൊരു ചെറിയ നാമമാത്ര ചെറിയൊരു തുകയിലേക്ക് ഒതുങ്ങി എന്ന് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടം തുടരും. തീർച്ചയായും നമ്മൾ ഇനിയിപ്പോ ഇതിലൊന്നും അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പൈസ എന്നുള്ളതല്ല, എന്റെ ഉപ്പാന്റെ ആയുസിലുള്ള 8 വർഷം ഇനി വരാൻ പോകുന്ന ദിവസങ്ങളും ഈ ഒരു പോലീസ് കാരണം മാത്രമാണ് ഇങ്ങനെ ഒരു ഡൗൺ വർത്തിൽ പോകുന്നത്. ഇനിയിപ്പോ നമുക്ക് അയാളല്ല ഒരു 10 കോടി തന്നതിനാലും എന്റെ ഉപ്പാന്റെ ആയുസ് ഒരാൾക്കും തിരിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു മനുഷ്യനക്ക് ഒരു ആയുസേ പടച്ചും കൊടുക്കുള്ളൂ. ആ ആയുസില് ഒരു പോലീസുകാരൻ കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ നശിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര തുക തന്നിട്ടും നികത്താൻ പറ്റുന്ന സംഭവമല്ല. അതാണ് ഇപ്പോൾ ഉപ്പായുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്താണ് ശാരീരികാവസ്ഥ എങ്ങനെയാണ് ഉപ്പാന്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉപ്പാന്റെ ഒരു വിരലിപ്പം ആംബ്യൂട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്, വിരൽ മുറിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ 2 കാലം ഇങ്ങനെ പഴുത്തിട്ടാണുള്ളത്. ഷുഗർ ഡയബറ്റിക് ആണ് ആള്. പിന്നെ 2 തവണ സ്ട്രോക്ക് വന്നു. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉപ്പാന്റെ ആയുസ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും എനിക്ക് എന്റെ ഉപ്പാന്റെ ആയുസ് ഉപ്പാനെ നോക്കിക്കൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും ഉപ്പാക്ക് ഇത്ര ആയുസാണ് മാക്സിമം കിട്ടുള്ളൂ എന്നുള്ളത്. കാരണം അത്രയും ക്രിട്ടിക്കലാണ്. എന്റെ ഫാദറിനെ പിന്നെ ഞാനാണ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. അവിടെയുള്ള ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തനുസരിച്ച് നോക്കുന്നേരം ഉപ്പാന്റെ അവസ്ഥ ഇച്ചിരി മോശമാണ്. ഉപ്പ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാണ്. നമ്മൾ അന്നുണ്ടായ വീട് നഷ്ടപ്പെട്ടു. ഉപ്പാന്റെ ഏകദേശം ഒരു 15 to 20 crores വർത്ത് വരുന്ന ബിസിനസ് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു. ഞാൻ ഖത്തറിലുണ്ടായിരുന്നു ആക്ച്വലി. അപ്പോ തിരിച്ചു വരുന്ന സമയത്ത് കപ്പിൽ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഉപ്പാനോട് പറഞ്ഞത് 10 ദിവസത്തേക്കല്ലാണ്ട് ഇനി 10 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാവെന്ന് പറഞ്ഞതാണ്. തിരിച്ചു പോകാൻ വേണ്ടി 6 മാസമായി. അപ്പൊ 6 മാസം കൊണ്ട് എന്തൊക്കെ ഒരു മനുഷ്യനിക്ക് പോകണമെന്നും ഇല്ലാണ്ട് എന്തൊക്കെ നഷ്ടപ്പെടും എന്നറിയാലോ. അപ്പൊ 6 മാസം പോലീസ് കോടതിയിലായിരുന്നു സീസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ എന്റെ സിറ്റുവേഷൻ പറയാനാണെങ്കിൽ നമ്മളൊരു ജീവിതത്തില് ഇനിയിപ്പോ എങ്ങനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ എനിക്ക് തോന്നില്ല. അതൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾ ആശ്വാസത്തോടു കൂടി നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് നിങ്ങളുടെ നിലപാടും തീരുമാനവും. അങ്ങനെയെങ്കിൽ കൂടിയും ഒരു ആശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ആ ഫൈറ്റ് തുടരാമല്ലോ. ഇതുവരെ അങ്ങനെയല്ല. ഇപ്പോൾ പുറം ലോകത്തിന്, നിങ്ങൾ ചുറ്റുമുള്ള സമൂഹത്തിന് ബോധ്യപ്പെട്ടു നിങ്ങളുടെ സത്യസന്ധത. നേരത്തെ ബോധ്യമായതാണെങ്കിൽ കൂടി നഷ്ടപരിഹാരം ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇനിയുള്ള ഫൈറ്റ് ഒരു ആശ്വാസത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കൂടി. തീർച്ചയായും നമ്മളെന്തായാലും അത് തീർച്ചയായും ഉണ്ടാവും. പിന്നെ നമ്മളെ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിം സാർ, പിന്നെ ആളുടെ PA, പിന്നെ ആൾക്കെല്ലാം പ്രത്യേകം നന്ദിയുണ്ട്. TV ഇബ്രാഹിം MLA എന്റെ ഹോസ്റ്റലിൽ നിന്നിട്ടായിരുന്നു നമ്മൾ ഈ തീർച്ചയായും TV ഞങ്ങൾ ഓർക്കുന്നു. ആ സമയത്ത് TV ഒരുപാട് ഇടപെടൽ നടത്തിയിരുന്നു. അപ്പോ നമ്മളെ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള MLA അല്ലെങ്കിലും നമ്മളോടുണ്ടായ പ്രത്യേക താല്പര്യം, നമ്മളെ മനസ്സിലാക്കി, നമ്മളെ വിശ്വസിച്ച് നമ്മളെ കൂടെ നിന്ന് DGPയോട് പോലും കൂടെ ഒരുമിച്ച് വന്ന ആളാണ് TV ഇബ്രാഹിം MLA. അപ്പൊ അവരെ ഒരിക്കലും പിന്നെ ആളുടെ നാട്ടുകാരും നമ്മളാരും മറക്കാൻ പാടില്ല എന്നുള്ളത്. ഇനി ഇലക്ഷനൊക്കെ വരികയാണ്. അപ്പൊ തീർച്ചയായും TV ഇബ്രാഹിം MLA ഈ സാധനം ഞാൻ ഈ പുറം ലോകത്തോട് അറിയിക്കാൻ ആഗ്രഹപ്പെടുന്നു. ശരി. നന്ദി തസിൻ താജുദ്ദീൻ പ്രതികരിച്ചത്. താജുദ്ദീന്റെ മകനാണ് ഇപ്പോൾ മീഡിയ അവനൊപ്പം ചേർന്നത്.